സങ്കടമുണ്ട്. ദക്ഷിണാഫ്രിക്കയെ ഓർക്കുമ്പോൾ അവർ പൊരുതിയാണ് കളിച്ചത്. ഒറ്റ മത്സരവും തോൽക്കാതെയാണ് ഫൈനലിലെത്തിയത്. ഹേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത ടീമുകളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക. പക്ഷേ ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ. കാരണം ഇന്ത്യയും സമാനമായ വേദകളിലൂടെ കടന്നുപോയവരാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ വേദനകളും പരിഹാസങ്ങളും കുത്തുവാക്കങ്ങളും ഒക്കെ ഏറ്റുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പോകുന്നത്. എന്തായാലും അതൊക്കെ ജയിക്കുമെന്ന് ഞങ്ങൾ 100% ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവർ എന്തായാലും ജയിക്കുമെന്ന് 100 ആത്മവിശ്വാസത്തോടുകൂടി അതിന് രണ്ടാം ലോകകപ്പ് കിരീടം 2020-ൽ ഇന്ത്യ ഉയർത്തുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യ ആരാധകരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ സമയം തന്നെയാണ്, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കറുകപ്പള്ളിയിൽ നിന്നുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യൻ ടീം ആരാധകർ എല്ലാവരും സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയാണ്. ഇനി അനിലിനോട് ചോദിക്കട്ടെ, അനിൽ, ഈ കളിയിൽ അതായത് വിജയം എത്രത്തോളം നിർണായകമാണെന്നുള്ളത് ഈ കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഏറ്റവും നിർണായകമായത് 18, 19, 20 ഓവറുകളിലെ പ്രകടനങ്ങളായിരുന്നു. എങ്ങനെയാണ് അനിൽ ഇതിനെ വിലയിരുത്തുന്നത്? എന്താണ് ഇതേക്കുറിച്ച് വിശകലനം ചെയ്യാനാവുക? അനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് കരുതുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ നിർണായക നീക്കം, ഒപ്പം ജസ്പ്രീത് ബുംറയുടെ പ്രകടനം, ഇതെല്ലാം ഇന്ത്യക്ക് കരുത്തേകിയിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ രണ്ടാം കിരീടം ചൂടിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നിരാശയുടെ നിമിഷങ്ങളാണ്. ഇന്ത്യയോടൊപ്പം പൊരുതി കളിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച ടീമാണ്. ഇരു ടീമുകളും അത്രയധികം നിർണായകമായ രീതിയിൽ പോരാടിയിരുന്നു. ഒരു തരത്തിലും അല്ല എന്ന് പറയാനാവുകയില്ല. അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായും. അനിൽ, നിർണായകമായത് 18, 19, 20 ഓവറുകളിലെ പ്രകടനമാണ്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താനാവുക? ഇന്ത്യയുടെ ഈ കിരീട നേട്ടത്തിൽ എത്രത്തോളം നിർണായകമായിട്ടുണ്ട്? പ്രവിത, ഒരു ജനതയുടെ 17 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത്. കുട്ടി ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യ ജേതാക്കളായിരിക്കുന്നു. 2007 ജോഹാനസ്ബർഗിൽ ആദ്യമായി പ്രഥമ 2020 ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യ വീണ്ടും ഒരു കിരീടത്തിനായി പല ടൂർണമെന്റിൽ കാത്തിരുന്നു. പല കുറി കയ്യെത്തും ദൂരെ നഷ്ടമായി ആ കിരീടം. പക്ഷേ ഒടുവിൽ വീണ്ടും വിൻഡീസിന്റെ മണ്ണിൽ, വെസ്റ്റ് ഇൻഡീസിന്റെ മണ്ണിൽ ഇന്ത്യ ആ കിരീടം നേടിയെടുക്കുന്നു. 2007 ജോഹാനസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ വെച്ചാണ് ആ വിജയമെങ്കിൽ ഇന്ത്യയുടെ രണ്ടാം വിജയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് എന്നതും മറ്റൊരു കൗതുകമായി മാറുന്നു. ഒരു പലകുറി മത്സരത്തിന്റെ ബലം ഇല്ലെങ്കിൽ ഒരു ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ ഒരു മത്സരത്തിലാണ് ഇന്ത്യ ജയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഒരുപക്ഷെ 171 എന്ന സ്കോർ, 177 എന്ന വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക അനായാസം മറികടക്കുമെന്ന് തോന്നി. ഹെൻറിച്ച് ക്ലാസിന്റെയും ക്വിന്റൻ ഡി കോക്കിന്റെയും എല്ലാം അപാര 6 അടിയിൽ ഇന്ത്യ തകർന്നു പോയേക്കാമെന്ന് കരുതി. പക്ഷേ ഇന്ത്യയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നത് ബൗളർമാരാണ്. ഹാർദിക് പാണ്ഡ്യയാണ്, ജസ്പ്രീത് ബുംറയാണ്, ഹർഷദീപ് സിംഗ് ആണ്. മറ്റൊന്നും പറയുന്നില്ലെങ്കിലും സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചിന് നമിച്ചേ തീരൂ. എന്തൊരു ക്യാച്ചായിരുന്നു അത്! അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് മറ്റൊരു സങ്കട ദിനം, ഓർക്കാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു ദിനം കൂടി നൽകുമായിരുന്ന ഒരു രാത്രിയായിരുന്നു ഇത്. പക്ഷേ സൂര്യയുടെ ആ ക്യാച്ചിലൂടെ ഇന്ത്യ തിരിച്ചു വന്നു. ഡേവിഡ് മില്ലർ എന്ന അവസാന റെക്കഗ്നൈസ്ഡ് ബാറ്ററേയും പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജയം ഉറപ്പിച്ചു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്കൊക്കെ തന്നെ അടിപെട്ട് പോയാക്കുന്ന ഒരു നിമിഷത്തിൽ ഹാർദിക് പക്വതയോടെ, സമചിത്തതയോടുകൂടി മത്സരം തിരിച്ചു വരുന്ന കാഴ്ചയും കൊണ്ടു. ഇതാ ദൃശ്യങ്ങൾ, ആഹ്ലാദങ്ങൾ, ഇന്ത്യയുടെ സന്തോഷ പ്രകടനങ്ങൾ. ജയ്ഷ BCCI സെക്രട്ടറി ഗ്രൗണ്ടിലേക്ക് വന്ന ഹാർദിക് പാണ്ഡ്യയെ വാരിപ്പുണരുന്ന കാഴ്ച കാണുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആനന്ദാശ്രു പൊഴിക്കുന്ന കാഴ്ച കാണുന്നു. വിരാട് കോഹ്ലിക്കും ഇത് വലിയ സന്തോഷത്തിന്റെ നിമിഷം. കാരണം ഈ ടൂർണമെന്റിലുടനീളം ഒട്ടും തന്നെ പെർഫോം ചെയ്യാതെ അദ്ദേഹത്തിന്റെ ലെഗസിയെ വരെ ചോദ്യം ചെയ്തിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന മത്സരത്തിൽ രോഹിത് പറഞ്ഞതുപോലെ കോഹ്ലി തന്റെ മികച്ച ഇന്നിങ്സ് ഫൈനലിന് വേണ്ടി കാത്തുവെച്ചിരിക്കുകയായിരുന്നു. 76 റൺസ്. ഈ ടൂർണമെന്റിൽ ആദ്യ 7 മത്സരങ്ങളിൽ 75 റൺസ് ഉറപ്പിച്ചു പറഞ്ഞതാണ്. ഇന്ത്യ
ഇത്തരത്തിൽ 76 റൺസാണ് നേടിയത്. അതിലൂടെ ഇന്ത്യക്ക് ഒരു മികച്ച ടോട്ടൽ തന്നെ പടുത്തുയർത്താൻ സഹായിച്ചു. ഒപ്പം തന്നെ അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ് മികവിനെയും എടുത്തു പറയേണ്ടതുണ്ട്. ഈ ലോകകപ്പ് ടീമിലേക്ക് അക്സറിനെ ക്ഷണിച്ചപ്പോൾ ഒരുപക്ഷെ നെറ്റ് ചുളിച്ചവരായിരിക്കും പലവരും. 3 സ്പിന്നർമാരുള്ളപ്പോൾ എന്തിനാ ജഡേജയുടെ അതേ കഴിവുള്ള അക്സറിനെ ടീമിലെടുക്കുന്നുവെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ രോഹിത് ശർമ്മ അന്ന് പറഞ്ഞത്, ഞാൻ വിൻഡീസിലേക്ക് പോകുമ്പോൾ 4 സ്പിന്നർമാർ എന്തിനെന്നുള്ള ഉത്തരം അന്ന് കിട്ടും. ആ ഉത്തരം ഇതാ കിട്ടിയിരിക്കുന്നു. ഇന്ത്യ സ്പിൻ മികവിൽ ഈ ടൂർണമെന്റിൽ ഉടനീളം പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു. ഫൈനലിലും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയത് ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് അതിലും പങ്കുണ്ട്. ഒപ്പം തന്നെ ഫാസ്റ്റ് ബൗളർമാർ. കഴിഞ്ഞ 2022 ലോകകപ്പിൽ ജസ്പ്രീത് ബുംറയുടെ അഭാവം നമുക്ക് കിരീടം നഷ്ടമാക്കിയെങ്കിൽ ജസ്പ്രീത് ബുംറ തിരിച്ചു വന്നതോടുകൂടി ഇന്ത്യ കിരീടം വീണ്ടെടുത്തിരിക്കുന്നു. ജസ്പ്രീത് ബുംറ എന്തുകൊണ്ട് ഗോഡ് ബൗളർ ആവുന്നു എന്നതിൻ്റെ ഉത്തരമായിരിക്കാം ആ 18ാം ഓവർ. മത്സരം കൈവിട്ടെന്ന് തോന്നിച്ചെടുത്ത് നിന്ന് ജസ്പ്രീത് ബുംറ ഒറ്റയ്ക്ക് മത്സരം കൊണ്ടുവന്നു. ഡേവിഡ് മില്ലറെ പിടിച്ചു കെട്ടിയ കാഴ്ച അത് പിന്തുടരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹർഷദീപിനും ഹർദിക് പാണ്ഡ്യയ്ക്കുമെല്ലാം അത് അവർ ഏറ്റെടുത്തോടുകൂടി ഇന്ത്യക്ക് 7 റൺസിന്റെ ചരിത്ര ജയം. 2020 ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ജേതാക്കളാവുന്നു. ഇന്ത്യയുടെ 2ാം കിരീട നേട്ടങ്ങളിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനും ഇംഗ്ലണ്ടിനും ഒപ്പം എത്തിയിരിക്കുന്നു. നേരത്തെ അവർക്കാണ് 2 തവണ കിരീടം നേടാനുള്ള അവസരമുണ്ടായത്. ഇന്ത്യ ഇത്തവണ കിരീടം നേടുന്നതിന് വേണ്ടി ആ എലൈറ്റ് ലിസ്റ്റിലേക്ക് ഇന്ത്യ കൂടി എത്തുന്നു. ഇന്ത്യയുടെ ആകെ 4ാമത്തെ ലോക കിരീടം 1983, 2007, 2011 ആ ലിസ്റ്റിലേക്ക് ഇതാ 2024 കൂടി വരുന്നു. ഇന്ത്യയുടെ 4 ലോക കിരീടങ്ങൾ, 2 ഏകദിന കിരീടങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ ഇതാ കുട്ടി ക്രിക്കറ്റിലും 2 കിരീടങ്ങൾ നേടിയിരിക്കുന്നു. രോഹിത്, നിങ്ങളുടെ ഇന്നിങ്സുകൾക്ക് നന്ദി. ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരായ പ്രകടനങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. ഫൈനലിലെ മികച്ച ഇന്നിങ്സിന് വിരാട് കോഹ്ലിയും കൈയടിക്കുന്നു. ബൗളർമാർ അവരുടേതാണ് ഈ വിജയം. ടൂർണമെന്റിൽ പലപ്പോഴും ബാറ്റർമാർ കൈവിട്ടപ്പോഴെല്ലാം ബൗളർമാരാണ് മത്സരം തിരിച്ചു കൊണ്ടുവന്നത്. പാകിസ്ഥാനെതിരായ മത്സരം മറക്കാനാവില്ല. 119 എന്ന ചെറിയ സ്കോർ എറിഞ്ഞിട്ട് അവർക്കെതിരെ 7 റൺസിന്റെ ജയം സ്വന്തമാക്കി തന്നത്, 6 റൺസിന്റെ ജയം സ്വന്തമാക്കി തന്നത് നമ്മുടെ ബൗളർമാരാണ്. ഇതാ സ്ക്രീനിൽ രാഹുൽ ദ്രാവിഡിനെ കാണിക്കുന്നു. ഈ മനുഷ്യൻ 2 പതിറ്റാണ്ടിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റിനെ സേവിക്കുന്നു. ആദ്യം കളിക്കാരനായി, പിന്നീട് ക്യാപ്റ്റനായി, ഒടുവിൽ പരിശീലകനായി. പലകുറി കഴിഞ്ഞ വർഷം നവംബറിൽ ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് ശേഷം രാഹുൽ ദ്രാവിഡ് മടങ്ങുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ BCCI അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. അതൊരു നിമിത്തമായിരുന്നു. എന്തായാലും രാഹുലിന് ഒരു ലോക കിരീടത്തോടെ മടങ്ങാം, സന്തോഷത്തോടെ മടങ്ങാം. അടുത്ത കോച്ച് ഉടൻ വരും. എന്നിരുന്നാൽ പോലും രാഹുലിൻ്റെ ലെഗസിക്ക് ഒരു കോട്ടവും ഉണ്ടാവില്ല. രാഹുലിനെ പലരും കുറ്റം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെ കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ച BCCIക്ക് തെറ്റില്ല. രാഹുൽ കിരീടത്തോടുകൂടി മടങ്ങുന്നു. ഇന്ത്യയുടെ വാൾ, ഇന്ത്യയുടെ ലെജൻഡ് അങ്ങനെ കിരീടത്തിന്റെ തിളക്കത്തോടെ ഒരു ലോക കിരീടത്തിന്റെ ചന്തത്തോടു കൂടി മടങ്ങുന്നു. അരുൺ ധോമാൽ, BCCI ട്രഷറർ ഒക്കെ തന്നെ രാഹുൽ ദ്രാവിഡിനെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളെ കാണാം. ഇനി നമ്മൾ ആ കാത്തിരിക്കുന്ന ആ ലോക കിരീടം ഏറ്റുവാങ്ങുന്നത് കാണാനാണ്. രാഹുൽ ദ്രാവിഡ്, ലിസ സ്ഥലൈക്കർ ആണെന്ന് തോന്നുന്നു. എന്തായാലും രാഹുൽ ദ്രാവിഡിൻ്റെ ഇമോഷൻസിനെ തന്നെയാണ് ക്യാപ്റ്റനായി പലകുറി, കളിക്കാരനായി പലകുറി കൈദൂരവേളയിൽ നിന്ന് തട്ടിപ്പോയ ലോക കിരീടം ഇതാ രാഹുലിന് കിട്ടിയിരിക്കുന്നു. 2003 ഓസ്ട്രേലിയക്കെതിരെ തോറ്റതെന്ന് ഓർക്കുന്നില്ലേ? അന്ന് രാഹുലായിരുന്നു ഇന്ത്യയുടെ നിർണായക വിക്കറ്റ് കീപ്പർ. അന്ന് പല മത്സരങ്ങൾ ഒരു വിക്കറ്റ് കീപ്പറില്ല, എന്നിട്ട് പോലും തൻ്റെ പ്രധാനപ്പെട്ട റോളല്ല എന്നിട്ട് പോലും രാഹുൽ അത് ഏറ്റെടുത്തു. പക്ഷേ ഇന്ത്യക്ക് ഫൈനൽ തോൽവി ഏറ്റേണ്ടി വന്നു. തൊട്ടടുത്ത ടൂർണമെൻറ്റിൽ 2007 ക്യാപ്റ്റനായി നയിച്ച ടൂർണമെൻറ്റ്, അവിടെ പക്ഷേ 2ാം റൗണ്ടിലേക്ക് പോലും ടീമിനെ നയിക്കാനായില്ല. അന്നു മുതൽ പലകുറി ചീത്തപ്പേര് കേട്ടതാണ്, പല വിമർശനങ്ങൾ നേരിട്ടതാണ്. ഒടുവിൽ കോച്ചായി വന്നപ്പോഴും 2 തവണ കിരീടം കൈവിട്ടു. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഒടുവിൽ കഴിഞ്ഞ ലോകകപ്പ്, ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലും തോറ്റു. അപ്പോഴും രാഹുലിനെ മാറ്റണമെന്ന മുറവിളി ഉയർന്നു. പക്ഷേ രാഹുലിനെ മാറ്റിയില്ല BCCI. അതിനിതാ ഉത്തരമായിരിക്കുന്നു എന്തുകൊണ്ട് രാഹുൽ അനിവാര്യനെന്ന. ഗ്രൗണ്ടിൽ ഇന്ത്യൻ പതാക കുത്തി നിർത്തുന്ന രോഹിത് ശർമ്മയെ കാണാം. അതെ, ഇന്ത്യൻ പതാക പാറിപ്പറക്കുകയാണ്, നീലവർണ്ണമാവുകയാണ് ബാർബഡോസ്. പണ്ട് ഈ ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിൻ്റെ വിജയമെങ്കിൽ ഇതേ ഗ്രൗണ്ടിൽ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ. അവിടെ ഇന്ത്യൻ വിജയഭേരി മുഴങ്ങുന്നു. പ്രവിത ലക്ഷ്മി.